വെൽക്കം ടു എഡ്യൂസിൻ. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണല്ലേ. എന്താണ് വിശേഷം, എങ്ങനെയാണ് പോകുന്നത്, എപ്പോൾ വന്നു, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമുക്ക് എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ, എത്ര, അങ്ങനെ ഒത്തിരി വാക്കുകൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. വാട്ട്, വിച്ച്, ഹൂ, ഹൗ, അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട്. വാട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്, എന്താണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ പല സിറ്റുവേഷൻസിൽ നമുക്ക് ഈ വാട്ടിനെ യൂസ് ചെയ്ത് നോക്കാം. ഒരു ഇൻഫർമേഷൻ അറിയാനായിട്ട് നമുക്ക് വാട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് ആദ്യം നോക്കാം. ഫോർ എക്സാമ്പിൾ, എന്താണ് നിങ്ങളുടെ പേര്? അതൊരു ഇൻഫർമേഷൻ അറിയാണല്ലേ. എന്താണ് നിങ്ങളുടെ പേര്? വാട്ട് ഈസ് യുവർ നെയിം? വെരി സിമ്പിൾ. ഇനി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? വാട്ട് ഡു യു ഡു? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഒന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? ഇനി നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് സംഭവിച്ചത്? എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വാട്ട് ഹാപ്പൻ ടു യു? അപ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം അറിയാനായിട്ട് എന്താണ് എന്ന് യൂസ് ചെയ്യുന്നതിനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെൻറ്റൻസ്. ഇനി നമ്മൾ വാട്ട് എന്ന വാക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ടു നോ അബൌട്ട് ചോയ്സസ് ആൻഡ് തിങ്സ്. നിങ്ങളുടെ ചോയ്സും അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം കുറച്ച് സെൻറ്റൻസസ് നോക്കിയാലോ. വാട്ട് ഡു യു പ്രിഫർ ഫോർ ഡിന്നർ? നിങ്ങൾ എന്താണ് ഡിന്നറിന് പ്രിഫർ ചെയ്യുന്നത്? വാട്ട് ഡു യു പ്രിഫർ ഫോർ ഡിന്നർ? നിങ്ങൾ എന്ത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? വാട്ട് സബ്ജക്ട് ഡു യു ടീച്ച്? വാട്ട് സബ്ജക്ട്, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. വാട്ട് സബ്ജക്ട് ഡു യു ടീച്ച്? വാട്ട് കളർ ഡു യു ലൈക്ക്? നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം? വാട്ട് കളർ ഡു യു ലൈക്ക്? വാട്ട് എന്നത് ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാണ് വാട്ട് എന്നത് ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വാക്ക് കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, വാട്ട് എ പ്ലസന്റ് ഡേ. എന്തൊരു സുന്ദരമായ ദിവസമാണ്, എന്ത് മനോഹരമായ ദിവസമാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, വാട്ട് എ പ്ലസന്റ് ഡേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരാൾ നല്ല ഭംഗിയായിട്ട് പ്രസംഗിച്ചു, അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് കേട്ടു, വളരെ ഗംഭീരമായൊരു ക്ലാസ് കേട്ടാൽ നമ്മൾ പറയും വാട്ട് ആൻ അമേസിങ് ക്ലാസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. എന്തൊരു കഷ്ടമാണ് എന്ന് പറയാറുണ്ട് അല്ലേ. വാട്ട് എ പിറ്റി, എന്തൊരു സങ്കടമാണെന്ന് കാണാൻ. വാട്ട് എ പിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ എന്തൊരു അതിശയകരമായ സംഭവമാണ്, എന്തൊരു സന്തോഷകരമായ സംഭവമാണ്. സന്തോഷം, അതിശയം, ദേഷ്യം, ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ട് വാട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലും വാട്ട് യൂസ് ചെയ്യാറുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ഹിം. എനിക്കറിയില്ല അവൻ എന്ത് സംഭവിച്ചു എന്ന്. എനിക്കറിയില്ല അവൻ എന്താ വേണ്ടതെന്ന്. ഐ ഡോണ്ട് നോ വാട്ട് ഹി വാണ്ട്സ്. പിന്നെ നമ്മൾ പറയും, എന്നോട് പറ നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ടെൽ മീ വാട്ട് ഹാപ്പൻ ടു യു. നമ്മളൊരു അഭിപ്രായം ചോദിക്കുക, സജഷൻ അല്ലെങ്കിൽ ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയിട്ടും വാട്ട് യൂസ് ചെയ്യാം. അതിനെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? വാട്ട് എബൌട്ട് എന്നുള്ളൊരു ഫ്രേസാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്. വാട്ട് അബൌട്ട് ഗോയിങ് ഔട്ട് ഫോർ എ ഡിന്നർ? നമ്മൾ ഒപ്പീനിയൻ ചോദിക്കുകയാണ് അല്ലേ. വാട്ട് അബൌട്ട് ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ? വാട്ട് അബൌട്ട് എന്ന് പറയുന്നത് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഇമാജിനറി സിറ്റുവേഷൻ, അതായത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നടന്നേക്കാവുന്ന ഒരു സിറ്റുവേഷൻ, അത് ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഇഫ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വാട്ട് ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ? നാളെ മഴ പെയ്താൽ എന്ത് ചെയ്യും? വാട്ട് ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ? വാട്ട് ഇഫ് ദ ടീച്ചർ ഗെറ്റ്സ് ആംഗ്രി? നമ്മുടെ ടീച്ചർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാട്ട് ഇഫ് ടീച്ചർ ഗെറ്റ് ആംഗ്രി? വാട്ട് ഇഫ് ദ ബോസ് ഗെറ്റ് ആംഗ്രി? വാട്ട് ഇഫ് വി ഫെയിൽ? പരീക്ഷ എഴുതി കഴിഞ്ഞു, വാട്ട് ഇഫ് വി ഫെയിൽ? തോറ്റാൽ എന്ത് ചെയ്യും? ഒരു പോസിബിലിറ്റി പറയാണ്, അതായത് ഇൻ ഫ്യൂച്ചർ നടന്നിട്ടില്ല, പക്ഷെ നമ്മളൊരു ചിന്തിച്ചിട്ട് നടന്നേക്കാവുന്ന ഒരു പോസിബിലിറ്റി പറയുന്നതിനെ നമ്മൾ എപ്പോഴും വാട്ട് ഇഫ് ചേർത്തിട്ടാണ് പറയുക. വാട്ട് ഇഫ് ഷീ ഗെറ്റ് ഇറിറ്റേറ്റഡ്? അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതാണ് കോമൺ ആയിട്ട് വാട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വെരി കോമൺലി വാട്ട്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് വാട്ട്സ് എന്ന് പറയും. വാട്ട്സ് റോങ് വിത്ത് യു? വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്ന് പറയുന്നത് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വാട്ട്സ് ദ മാറ്റർ? എന്താ സംഭവം? വാട്ട്സ് ദ മാറ്റർ? അങ്ങനെ കോമൺ യൂസേജിലും വാട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണെങ്കിലും അതിൻ്റെ പല യൂസേജാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. ഇപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസസ് എല്ലാം നമ്മൾ വളരെ കോമൺ ആയിട്ട് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യേണ്ട സെൻറ്റൻസസ് ആണ്. ഓരോ യൂസേജുകളും വളരെ ശ്രദ്ധാപൂർവം കേട്ട് അത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.